അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 9. ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു, വ്യാജമല്ല ഞാൻ പറയുന്നത്. എന്റെ മനസാക്ഷി പരിശുദ്ധാത്മാവിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നു. അതെ, എന്റെ ഹൃദയത്തിൽ വലിയ സങ്കടവും നിരന്തരമായ വേദനയുമുണ്ട്. എന്റെ സഹോദരരും സ്വന്തം വംശത്തിൽപ്പെട്ടവരുമായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഞാൻ സ്വയം ശാപഗ്രസ്തനാകുവാനും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ തന്നെയും തയ്യാറാണ്. മക്കളായി ദത്തെടുക്കപ്പെട്ടത് അവരാണ്. ദൈവിക തേജസ്, ഉടമ്പടികൾ, ന്യായപ്രമാണ സ്വീകാരം, ആരാധന, വാഗ്ദാനങ്ങൾ ഇവയെല്ലാം അവർക്കുള്ളതാണ്. ഗോത്രപിതാക്കന്മാർ അവർക്കുള്ളവർ. ക്രിസ്തു മനുഷ്യനായി ജനിച്ചതും അവരിൽ നിന്നാണല്ലോ. അവിടുന്ന് എല്ലാറ്റിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവത്തിന്റെ വചനം വ്യർത്ഥമായി എന്നല്ല. ഇസ്രായേലിന്റെ പിൻഗാമികളായി ജനിച്ചവരെല്ലാം ഇസ്രായേല്യരല്ല. അബ്രഹാമിന്റെ പിൻഗാമിയായതുകൊണ്ട് അവരെല്ലാവരും അബ്രഹാമിന്റെ മക്കളാകുന്നുമില്ല. നേരെ മറിച്ച് യിസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: ശാരീരികമായി ജനിക്കുന്ന കുട്ടികളല്ല ദൈവത്തിന്റെ മക്കൾ. പിന്നെയോ വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനം ഇപ്രകാരമാണ്: നിശ്ചിത സമയത്ത് ഞാൻ മടങ്ങി വരും, അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഒരുവനിൽ നിന്ന് റബേക്കയും ഗർഭം ധരിച്ചു. എങ്കിലും ആ ഇരട്ട ശിശുക്കൾ ജനിക്കുകയും ഗുണമോ ദോഷമോ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് ദൈവം അവളോട് അരുളി ചെയ്തു. പ്രവൃത്തികളാലല്ല, വിളിക്കുന്നവന്റെ ഇഷ്ടത്താൽ തിരഞ്ഞെടുപ്പിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറേണ്ടതിന് തന്നെ. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏശാവിനെ ഞാൻ വെറുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ നാം എന്താണ് പറയേണ്ടത്? ദൈവം അനീതിയുള്ളവനെന്നോ? ഒരിക്കലുമല്ല. അവിടുന്ന് മോശയോട്, എനിക്ക് കരുണ കാണിക്കണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കുകയും അനുകമ്പ തോന്നണമെന്നുള്ളവനോട് അനുകമ്പ കാണിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹത്തിലോ പ്രയത്നത്തിലോ അല്ല, ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. തിരുവെഴുത്ത് ഫറവോനോട് ഇപ്രകാരം പറയുന്നു: ഈ ഉദ്ദേശത്തിനായി തന്നെ ഞാൻ നിന്നെ ഉയർത്തിയിരിക്കുന്നു, എന്റെ ശക്തി നിന്നിലൂടെ പ്രദർശിപ്പിക്കുവാനും എന്റെ നാമം ഭൂമിയിൽ എല്ലായിടത്തും പ്രഖ്യാപിക്കുവാനും തന്നെ. അതുകൊണ്ട് ദൈവം തന്റെ ഇഷ്ടപ്രകാരം ഒരുവനോട് കരുണ കാണിക്കുന്നു, മറ്റൊരുവനെ കഠിനനാക്കുന്നു. എങ്കിൽ ദൈവം കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ആർക്ക് അവിടുത്തെ ഇച്ഛയോട് മറുത്തു നിൽക്കാൻ കഴിയും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. അല്ലയോ മനുഷ്യ, ദൈവത്തോട് എതിർവാദം നടത്താൻ നീ ആര്? മനഞ്ഞുണ്ടാക്കിയത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തിന് എന്ന് ചോദിക്കുമോ? കുശവന് കളിമണ്ണിന്റെ ഒരു പിണ്ടത്തിൽ നിന്ന് തന്നെ ചില പാത്രങ്ങൾ മാന്യകാര്യങ്ങൾക്കും മറ്റു ചിലത് സാധാരണ ഉപയോഗത്തിനും മനഞ്ഞുണ്ടാക്കുവാൻ അധികാരമില്ലേ? ദൈവം തന്റെ കോപം പ്രദർശിപ്പിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും വേണ്ടി നാശത്തിനായി ഒരുക്കപ്പെട്ട കോപപാത്രങ്ങളെ ദീർഘക്ഷമയോടെ സഹിച്ചു. യഹൂദരിൽ നിന്ന് മാത്രമല്ല, വിജാതീയരിൽ നിന്നുകൂടി വിളിച്ചു. തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ അവിടുത്തെ ധന്യമായ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ഇപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ അതിലെന്ത്? അവിടുന്ന് ഹോശയ്യായുടെ പുസ്തകത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്നും എന്റെ പ്രിയ അല്ലാത്തവളെ എന്റെ പ്രിയ എന്നും ഞാൻ വിളിക്കും. വീണ്ടും നിങ്ങൾ എന്റെ ജനമല്ല എന്നരുളി ചെയ്തെടുത്ത് തന്നെ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നും വിളിക്കപ്പെടും. യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച് വിളിച്ചു പറയുന്നു: ഇസ്രായേലിയരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരി പോലെയെങ്കിലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. യഹോവ ഭൂമിയിൽ തന്റെ ന്യായവിധി അതിവേഗത്തിലും അന്തിമമായി നിർവഹിക്കും. സർവശക്തനായ ദൈവം നമുക്ക് പിൻതലമുറയെ ശേഷിപ്പിച്ചിരുന്നില്ലെങ്കിൽ നാം സൊദോമിനെ പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുമ്പുകൂട്ടി തന്നെ പറഞ്ഞിരുന്നുവല്ലോ. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നീതിയെ പിന്തുടരാതിരുന്ന വിജാതീയർ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. എന്നാൽ നീതിയുടെ ന്യായപ്രമാണം പിന്തുടർന്ന ഇസ്രായേലാകട്ടെ അത് പ്രാപിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ പ്രാപിക്കാതിരുന്നത്?
വിശ്വാസത്താൽ അതിനെ പിന്തുടരാതെ പ്രവൃത്തികളാൽ സാധിക്കുമെന്ന് വിചാരിച്ച് അന്വേഷിച്ചതുകൊണ്ടാണ് അവർ ഇടർച്ചക്കല്ലിൽ തട്ടിവീണത്. ഇതാ, ഞാൻ സിയോനിൽ മനുഷ്യർ ഇടറി വീഴുവാനിടയാക്കുന്ന ഒരു കല്ലും വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒരു പാറയും വയ്ക്കുന്നു. അദ്ദേഹത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.